വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫൈസൽ പി. ജീവിതത്തിലെ വിജയവും പരാജയവും ഒരാളുടെ കഴിവിനേക്കാൾ ഉപരി അയാളുടെ മനോഭാവത്തെ ആശ്രയിച്ചാണെന്നത് പരമസത്യമാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വില്യം ജെയിംസിന്റെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം ഇങ്ങനെ വായിക്കാം. കണ്ടുപിടുത്തങ്ങളുടെ നൂറ്റാണ്ടായ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം മനോഭാവം മാറ്റുന്നതിലൂടെ ഒരുവന് തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയും എന്നതാണ്. ലക്ഷ്യം നേടുന്നതുവരെ എനിക്ക് വിശ്രമമില്ലെന്നും ലക്ഷ്യപൂർത്തീകരണത്തിൻ്റെ മുന്നിൽ വന്നു ചേരുന്ന എല്ലാ പ്രതിസന്ധികളെയും നിശ്ചയദാർഢ്യത്തോടെ ഞാൻ നേരിടുമെന്നും തീരുമാനമെടുത്ത ഒരാളെ പരാജയപ്പെടുത്തുക അസാധ്യമാണ്. ചരിത്രത്തിൽ ഇടം പിടിച്ച മഹാരഥന്മാരുടെ ജീവിത വിജയത്തിൻ്റെ രഹസ്യവും ഈ അനുകൂല മനോഭാവവും നിശ്ചയദാർഢ്യവുമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ആൽബർട്ട് ഐൻസ്റ്റീൻ പഠനത്തിൽ പിന്നാക്കമായിരുന്നു. ഐസക് ന്യൂട്ടനും വിൻസ്റ്റൺ ചർച്ചിലും ചെറുപ്പകാലത്ത് മറ്റുള്ളവരിൽ നിന്ന് പരിഹാസം കേട്ടവരാണ്. അവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ മുമ്പിൽ എല്ലാം പരാജയപ്പെടുന്നതാണ് നാം കണ്ടത്. ജന്മനാ വൈകല്യമുള്ള പഠനകാര്യത്തിൽ പിന്നിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന പരിചരിക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ തയ്യാറായാൽ തന്നെ ഈ കുട്ടികളെ ഉന്നതിയിൽ എത്തിക്കാൻ കഴിയും. നീ ഒരിക്കലും വിജയിക്കില്ല, നിന്നിൽ യാതൊരു പ്രതീക്ഷയുമില്ല, ഈ സംസാരം അവരിലുണ്ടാക്കുന്ന മുറിവ് വല്ലാത്തതായിരിക്കും. നിനക്ക് കഴിയും, നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ തുടങ്ങിയ സംസാരങ്ങൾ അവരിൽ വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. പ്രതിസന്ധികൾ തരണം ചെയ്ത് വിജയിച്ചവരുടെ ജീവിതകഥകൾ കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ അവരിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. യുദ്ധത്തിൽ 7 തവണ പരാജയം ഏറ്റുവാങ്ങി നിരാശനായിരിക്കുന്ന റോബർട്ട് ബ്രൂസിന് ആത്മധൈര്യം പകർന്നത് ഒരു ചിലന്തിയായിരുന്നത്രേ. നിരവധി തവണ വല നെയ്യാൻ ശ്രമിച്ചിട്ടും അതിന് സാധിക്കാത്തത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. യാതൊരു ഭാവവും മാറ്റവുമില്ലാതെ ആ ചിലന്തി വല നെയ്തുകൊണ്ടിരുന്നു. ലക്ഷ്യം പൂർത്തീകരിക്കുന്നതുവരെ മടുപ്പില്ലാതെ വല നെയ്യുന്ന ചിലന്തിയെ കണ്ട റോബർട്ട് ആത്മവിശ്വാസത്തോടെ യുദ്ധത്തിനിറങ്ങി എതിരാളിയെ തോൽപ്പിക്കുകയുണ്ടായി. ആട്ടിടയൻ ആടുമേയ്ക്കാൻ പോകുമ്പോൾ അവൻ്റെ സുഹൃത്ത് ചോദിച്ചു, ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും? എനിക്കിഷ്ടമുള്ള കാലാവസ്ഥയായിരിക്കും, ആട്ടിടയൻ പറഞ്ഞു. അതെങ്ങനെയായിരിക്കുമെന്ന ചോദ്യത്തിന് ആട്ടിടയൻ്റെ മറുപടി, ദൈവത്തിനിഷ്ടമുള്ള കാലാവസ്ഥയായിരിക്കുമല്ലോ ഇന്ന്, അതെനിക്കും ഇഷ്ടമാണ്. തനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ അതേപടി സ്വീകരിക്കുന്ന അംഗീകരിക്കുന്ന മനോഭാവമുള്ളവന് എവിടെയും വിജയിക്കാൻ കഴിയും. പ്രതികൂല മനോഭാവം വെച്ച് പുലർത്തുന്നവന് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, സംതൃപ്തമായ ജീവിതം നയിക്കാൻ പോലും കഴിയില്ല. എല്ലാറ്റിലും ന്യൂനതകൾ മാത്രം കാണുകയും ഏത് കാര്യത്തെയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. അവിടെ പോയിട്ടെന്താ, അത് നേടിയിട്ടെന്താ എന്നതായിരിക്കും അവൻ്റെ ചിന്ത. വളർന്നു വരുന്ന തലമുറയിൽ വ്യാപകമാകുന്ന ഈ അപകടം നിറഞ്ഞ ചിന്ത തനിക്ക് മാത്രമല്ല, തൻ്റെ കുടുംബത്തിനും ഏറെ പ്രതീക്ഷയോടെ തന്നെ കാത്തുനിൽക്കുന്ന സമൂഹത്തിനും വലിയ നഷ്ടം വരുത്തുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണം. പ്രതികൂല മനോഭാവമുള്ളവരെ ഗുണാത്മക മനോഭാവമുള്ളവരാക്കി മാറ്റിയെടുക്കാനുള്ള പരിശ്രമം അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ അവരുടെ ക്രിയാശേഷി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. നിരന്തര പരിശീലനത്തിലൂടെ നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നാണ് അനുഭവങ്ങൾ പറയുന്നത്. സ്വയം മാറ്റത്തിന് തയ്യാറാവാത്ത ജനതയെ ദൈവം മാറ്റുകയില്ല എന്ന വേദവാക്യം നമുക്ക് പ്രചോദനമാകട്ടെ. ഫൈസൽ പി. തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.